ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യവസായ പ്രമുഖനാണ് അന്തരിച്ച രത്തൻ ടാറ്റ. അദ്ദേഹത്തിന്റെ സഹജീവി സ്നേഹവും മറ്റും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിരുന്നു. 2024 ഒക്ടോബറിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിനു പിന്നാലെ രത്തൻ ടാറ്റയുടെ വിൽപത്രത്തിന്റെ വിവരങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. സ്വത്തുക്കൾ തന്റെ ബന്ധുക്കൾക്കും തന്റെ വിശ്വസ്തരായ ജീവനക്കാർക്കും തന്റെ പ്രിയപ്പെട്ട നായക്കുട്ടിക്കും ടാറ്റ ട്രസ്റ്റുകൾക്കും രത്തൻ ടാറ്റ നൽകിയിരുന്നു. എന്നാൽ ടാറ്റയുടെ സ്വത്തിന്റെ 1/3 മാറ്റിവെച്ചത് മറ്റൊരു വ്യക്തിക്കാണ്. തന്റെ കുടുംബാംഗമോ ജീവനക്കാരനോ ഒന്നുമല്ലാത്ത വ്യക്തിക്കാണ് രത്തൻ ടാറ്റ 500 കോടിയോളം വരുന്ന തന്റെ ആസ്തി എഴുതി നൽകിയത്. മോഹിനി മോഹൻ ദത്ത എന്ന ജംഷഡ്പൂർ സ്വദേശിയാണ് അത്. വിൽപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മോഹിനി മോഹൻ ദത്ത ആരാണെന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത്. ശരിക്കും ജംഷഡ്പൂർ ആസ്ഥാനമായ സംരംഭകനാണ് മോഹിനി മോഹൻ ദത്ത. ടാറ്റ കൂടി ഓഹരി ഉടമയായിരുന്ന സ്റ്റാലിയൻ എന്ന കമ്പനിയുടെ സഹ ഉടമ കൂടിയായിരുന്നു ഇദ്ദേഹം. കമ്പനിയുടെ 80% ഓഹരി മോഹിനി മോഹൻ ദത്തയുടെ കൈവശവും 20% ടാറ്റ ഇൻഡസ്ട്രീസിന്റെ പേരിലുമായിരുന്നു. പിന്നീട് കമ്പനി പൂർണ്ണമായും ടാറ്റ ഏറ്റെടുത്തു. 24-ാം വയസ്സിൽ ജംഷഡ്പൂരിലെ ഡീലേഴ്സ് ഹോസ്റ്റലിൽ വെച്ചാണ് തങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നതെന്ന് നേരത്തെ മോഹിനി മോഹൻ ദത്ത വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം എന്നെ സഹായിക്കുകയും എന്നെ ശരിക്കും ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ടാറ്റയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മോഹൻ ദത്ത പറഞ്ഞത്. മോഹൻ ദത്തയുടെ മകളും ടാറ്റ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നു. 2015 വരെ താജ് ഹോട്ടലുകളിലും പിന്നീട് 2024 വരെ ടാറ്റ ട്രസ്റ്റിലുമായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ രത്തൻ ടാറ്റ മരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം എഴുതി വെച്ചിരുന്ന വിൽപത്രം ശ്രദ്ധ നേടിയത്. ആലിബാഗിലെ 2000 ചതുരശ്രയടി വിസ്തൃതിയുള്ള ബീച്ച് ബംഗ്ലാവ്, ജുഹുതാര റോഡിലെ ഇരുനില കെട്ടിടം, 350 കോടി രൂപയിലേറെയുള്ള സ്ഥിര നിക്ഷേപം, ടാറ്റ സൺസിലെ ഓഹരി തുടങ്ങി നിരവധി സ്വത്തുക്കൾ തന്റെ സഹോദരനും അർദ്ധ സഹോദരിമാർക്കും വിശ്വസ്തരായ വീട്ടുജോലിക്കാർക്കും ടാറ്റയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ശന്തനു നായിഡുവിനുമായാണ് എഴുതി വച്ചിരിക്കുന്നത്. രത്തൻ ടാറ്റയും കുടുംബവും ജുഹുവിൽ താമസിച്ചിരുന്ന വീട്ടിൽ രത്തൻ ടാറ്റയ്ക്കും സഹോദരൻ ജിമ്മിക്കും അർദ്ധ സഹോദരനായ നോയൽ ടാറ്റയ്ക്കും വളർത്തമ്മ സിമോൻ ടാറ്റയ്ക്കും അവകാശമുണ്ട്. വിദേശത്ത് പോയി പഠിക്കാനായി ശന്തനുവിനെടുത്ത വായ്പ എഴുതിത്തള്ളിയ രത്തൻ ടാറ്റ മുതിർന്നവർക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും നൽകുന്ന വേദനകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശന്തനുവിന്റെ നേതൃത്വത്തിലെ സ്റ്റാർട്ടപ്പായ ഗുഡ് ഫെലോസിലെ ടാറ്റയുടെ ഓഹരികൾ ശന്തനുവിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. തന്റെ വിശ്വസ്ത ജീവനക്കാരനായ സുബയ്യയ്ക്കും സ്വത്തിന്റെ ഒരു ഭാഗം രത്തൻ ടാറ്റ നീക്കിവെച്ചിട്ടുണ്ട്. വളർത്തുനായയായ ടിറ്റോയ്ക്ക് പരിധിയില്ലാത്ത പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി പാചകക്കാരിൽ ഒരാളായ രാജൻ ഷായ്ക്കാണ് പരിചരണ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിനായി തുക നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ടാറ്റ സൺസിലെയും ഗ്രൂപ്പ് കമ്പനികളിലെയും രത്തൻ ടാറ്റയുടെ ഓഹരികൾ ചാരിറ്റി സംഘടനയായ രത്തൻ ടാറ്റ എൻഡോമെന്റ് ഫൗണ്ടേഷന് കൈമാറാനും നിർദ്ദേശിച്ചിരുന്നു.